നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാറിൻ്റെ ബോണറ്റ് ലോക്കിനെ കുറിച്ചാണ്. ഏകദേശം 60% വാഹനങ്ങളിലും ഇതുപോലത്തെ ലോക്ക് കംപ്ലൈൻ്റാണ്. ചില വാഹനത്തിലൊക്കെ ലോക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണമെന്നത് പലരും ബോണറ്റ് പൊക്കിയ ശേഷം പ്രസ് ചെയ്തല്ല അടയ്ക്കുന്നത്. പ്രസ് ചെയ്തേ അടയ്ക്കുവാൻ പാടുള്ളൂ. ബോണറ്റ് എടുത്ത് പൊക്കിയ ശേഷം തിരിച്ച് പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീഴുന്ന സമയത്ത് ബോണറ്റ് ആ ഫോഴ്സിൽ വീഴുന്ന സമയത്ത് ഈ കാണുന്ന ഈ ഭാഗത്തിനും ഇവിടെ ഷേക്ക് വരും. ഇതിപ്പം വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഷേക്ക് വന്ന ശേഷം ഇതിലോട്ട് വരുന്ന ലൈനുകളുണ്ട്. ഇവിടെ ഒരു കേബിൾ ലൈന് വന്നിട്ടുണ്ട്. ഈ ലൈന് കംപ്ലൈൻറ്റ് വരും. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. ഈ കേബിൾ ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത്. നോക്കുമ്പോഴറിയാൻ പറ്റും. ഈ കാണുന്നതാണ് കേബിൾ. ഈ കേബിൾ ഉള്ളിലോട്ടാണ് പോയിട്ടുള്ളത്. ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ്. അങ്ങനെ ഈ കേബിളിന് തകരാറ് വരികയും ആ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഹുക്ക് പോലത്തെ ഒരു സ്വിച്ച് ഉണ്ട്, അതിനും കംപ്ലൈൻറ്റ് വരികയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഈ ലോക്ക് ബോണറ്റ് വീഴുന്ന ആ ഒരു ഫോഴ്സിൽ ഈ ലോക്കിൻ്റെ സ്പ്രിങ് വരെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പല വാഹനത്തിലും വാഹനം ഓടുന്ന സമയത്ത് ബോണറ്റ് ഇരുന്ന് വിറയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ബോണറ്റ് വിറയ്ക്കുന്നത് കൂടാതെ തന്നെ ഈ വരുന്ന ക്രോസ് ബാർ, ഇത് ഒരു ഒറ്റ ക്രോസ് ബാറാണ് വരുന്നത്. ഈ ക്രോസ് ബാർ കാലക്രമേണ തകരാറ് വരികയും ഇവിടുത്തെ ഈ കാണുന്ന ഇഞ്ചസ് പോർഷനാണ് ഇവിടെ. ഈ ഇഞ്ചസ് പോർഷനൊക്കെ കംപ്ലൈൻറ്റ് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ബോണറ്റ് അടയ്ക്കുന്ന സമയത്ത് ഈ ലോക്ക് സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ബോണറ്റ് അടയ്ക്കുന്ന സമയത്ത് എടുത്തിട്ട് ഇട്ട് കൊടുക്കരുത്. എടുത്തിട്ട് ഇടുമ്പോഴാണ് ഈ ഭാഗം വന്ന് ഇടിച്ചിട്ടാണ്, ഈ ലോക്കിൻ്റെ ഈ ഒരു ഭാഗം വന്ന് ഇടിച്ചിട്ടാണ് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത്, ലോക്ക് കംപ്ലൈൻറ്റ് വരുന്നത്. അതുമല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലോക്ക് ഓപ്പൺ ചെയ്യണമെന്ന് വച്ചാൽ കൂടിയും ഈ പല പ്രാവശ്യമായിട്ട് ബോണറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തുറക്കാത്ത ഒരവസ്ഥ വരികയും ചെയ്യും. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്താൽ കൂടിയും, നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ കൂടിയും ഈ കാണുന്ന ഭാഗം ഇവിടെ ഓപ്പൺ ചെയ്താലും ഈ ഭാഗം ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഉള്ളിലൊരു ഭാഗം, ഒരു ലോക്കും കൂടെ ഉണ്ട്. മൊത്തം 2 ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും. പിന്നെ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പരമാവധി അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വീഴുന്ന പോർഷനിൽ ബോണറ്റിൻ്റെ ആ വെയിറ്റ് കൊണ്ട് ഈ പറയുന്ന 2 ബോൾട്ട്, ഈ കാണുന്ന 2 ബോൾട്ടും പിന്നെ അതുകൂടാതെ താഴത്തെ ആ റേഡിയേറ്റർ ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ആ റേഡിയേറ്റർ ഫൗണ്ടേഷൻ്റെ ആ ഒരു പോർഷനും കാലക്രമേണ തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം ബോണറ്റ് എടുത്തിട്ട് ഇട്ടടയ്ക്കുന്നവരുടെ, അതായത് പെട്ടെന്ന് ഫോഴ്സിൽ അടയ്ക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായും എടുത്തു പറയുന്നത്. ബോണറ്റ് ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടയ്ക്കുന്ന സമയത്ത് ഇതൊരു ലോക്ക് വീണ് അതിനുശേഷം കൈ ഈ വശത്ത് ഈ കർവ് വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ പിടിച്ച ശേഷം അടച്ചാൽ മതി. അല്ലാതെ സെൻറ്ററിൽ പിടിച്ച് അടച്ചു കഴിഞ്ഞാൽ ബോണറ്റ് ചപ്പിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ഈ ഭാഗത്ത് പിടിച്ചിട്ട് അടയ്ക്കാവൂ. ഒരു കാരണവശാലും ബോണറ്റ് ഉയർത്തിയ ശേഷം എടുത്ത് ഇടുവാൻ ശ്രമിക്കരുത്. അത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം അറിഞ്ഞിരിക്കണം.